நான் நம்புகிறது அவராலே வரும். சங்கீதம் 62:5. For my expectation is from him. Psalms 62:5. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தியிருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഹോസീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ തോമസ് സാർ, ഈ മിനിസ്ട്രിയിൽ തന്നോടുകൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും, പ്രത്യേകാൽ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. സംഭവ ബഹുലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച്, രാജ്യത്ത് നടക്കാൻ പോകുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ ഓർത്തുകൊണ്ടും ദുരിതത്തിലായിരിക്കുന്ന ജനത്തിൻ്റെ അവസ്ഥ കേട്ടുകൊണ്ടും എന്തായിത്തീരുമെന്നുള്ള ഭാരത്തോടെ പലരും കഴിഞ്ഞുകൂടുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശക്തമായ ഉറപ്പും ധൈര്യവും നമുക്ക് നൽകിത്തരികയാണ്. ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുവാൻ ഇടയാക്കത്തില്ല എന്നുള്ളത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. 2 വിധത്തിലുള്ള മനുഷ്യരെ സങ്കീർത്തനത്തിൻ്റെ രചയിതാവായിരിക്കുന്ന ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, ദൈവത്തെ കാത്തിരിക്കുന്നവർ. 2, ദൈവത്തെ കാത്തിരിക്കുന്നവരെ കാരണം കൂടാതെ വെറുതെ ദ്രോഹി ചെയ്യുന്നവർ. ദാവീദ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ആണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദ്രോഹം ചെയ്യുന്നവർ അവരെ ലജ്ജിപ്പിക്കാനാണ്, തകർക്കാനാണ്. പക്ഷേ അവസാനം തങ്ങൾ കുഴിച്ച കുഴിയിൽ തങ്ങൾ തന്നെ വീഴുന്ന അവസ്ഥയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നമുക്ക് നൽകിത്തരുന്ന വെളിച്ചം. ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും വെറുതെ അഥവാ നിങ്ങൾ നിരപരാധിയായിരിക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു
പക്ഷേ അത് നിങ്ങൾക്ക് തിന്മയായി ചിലർ തീർത്തു. ഈ വിധത്തിലുള്ള പലവിധമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി ലജ്ജിച്ച് തല താഴ്ത്തി നടക്കേണ്ടുന്ന അവസ്ഥ, സ്വന്തം ദേശം വിട്ട് ഒരു പരദേശിയെ പോലെ ആരുമറിയാതെ ജീവിക്കേണ്ടുന്ന സാഹചര്യം ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, അരുളപ്പാടാണ്, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. കാരണം സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നു ഉണ്ടാകുന്നുവോ അന്ന് ഈ സാഹചര്യങ്ങളുടെ മധ്യേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31 അധ്യായം 17 വാക്യത്തിൽ പറയുന്നു, യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. സങ്കീർത്തനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവമുഖത്തെ ആരന്വേഷിക്കുന്നുവോ ആ മുഖത്തു നിന്നുള്ള തേജസ് അവരെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ലജ്ജിപ്പിക്കുവാൻ അവരെ അനുവദിക്കത്തില്ല. അതായത് കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. 119 സങ്കീർത്തനം 6 വാക്യം പറയുന്നു, ദൈവ കൽപ്പന പാലിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. എന്നാൽ മറ്റൊരു കൂട്ടരെ കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ട്, വെറുതെ ദ്രോഹിക്കുന്നവ ലജ്ജിച്ചു പോകും. ഒരു കൂട്ടർ ലജ്ജിപ്പിക്കുവാൻ തുടങ്ങിയതാണ്, പക്ഷേ ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നു, അവർ ലജ്ജ വഹിച്ചില്ല. എന്നാൽ കാരണം കൂടാതെ ദ്രോഹിച്ചവർ, അവർ ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഒരു നാളുണ്ട്. അത് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തെങ്കിൽ ന്യായവിധിയുടെ സമയത്തും അവർ ലജ്ജിക്കുവാനായിട്ടിടയായിത്തീരും. അതെ, നിങ്ങൾ ഈ അനുഭവത്തിൽ കൂടെ, ഈ പ്രതിസന്ധികളിൽ കൂടെ, അപമാനത്തിൽ കൂടെ, നിന്ദയിൽ കൂടെ, ഇവയുടെ മധ്യയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഈ സാഹചര്യത്തിന് മധ്യയും പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. 1 ശമൂവേലിന്റെ പുസ്തകം 17 അധ്യായത്തിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗൽ ദാവീദിനെ ദ്രോഹിക്കുന്നത്, വെറുതെ ദ്രോഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിർണായകമായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് 17 അധ്യായത്തിൽ. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഇസ്രായേലിലെ കന്യകമാർ പാടി നൃത്തം ചെയ്തു. അതിൽ രാജാവിന് ദാവീദിനോടുള്ള അസൂയയ്ക്ക് അത് കാരണമായി തീർന്നു. അത് പിൽക്കാലത്ത് ദാവീദിനെ എങ്ങനെയും നശിപ്പിച്ചു കളയുക, മുടിച്ചു കളയുക. രാജഭൃത്യന്മാരോട് കൽപ്പിച്ചു, ദാവീദിനെ എവിടെ കണ്ടാലും കൊന്നുകളയണമെന്ന്. എന്നാൽ ദാവീദിന് പല അവസരങ്ങളും ശൗലിനെ കൊന്നുകളയുവാനുണ്ടായിരുന്നു. എന്നാൽ അഭിഷിക്തന്റെ മേൽ ഞാൻ കൈവെക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് അവിടെ നിന്നും മാറിപ്പോകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവസാനം സംഭവിച്ചത് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്.
വെറുതെ ദ്രോഹിച്ച ശൗൽ നശിച്ചുപോയി, ലജ്ജിച്ചുപോയി. അവൻ്റെ ഭവനത്തിൻ്റെ പേര് പോലും നിലനിൽക്കാതെ വണ്ണം അത് നാമ അവശേഷമായി തീർന്നു. എന്നാൽ നിരപരാധിയായി നിഷ്കളങ്കനായി ദൈവമുഖത്ത് നോക്കിക്കൊണ്ട് നടന്ന ദാവീദ് പിൽക്കാലത്ത് ഇസ്രയേലിൻ്റെ ശ്രേഷ്ഠനായ രാജാവായി തീർന്നു. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും, ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കുകയില്ല. ശൗലിൻ്റെയും ദാവീദിൻ്റെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ, ലജ്ജിച്ച് തലതാഴ്ത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് ബലം നൽകട്ടെ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരമുണ്ടാക്കിയ ഒരു ഹാമാനെ കാണുവാൻ സാധിക്കും. മൊർദെഖായിയെ മാത്രമല്ല, അവൻ്റെ ജാതിയായ യഹൂദ ജനത്തെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുവാനായിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്നും ഉത്തരവ് വാങ്ങി രാജ്യത്തെമ്പാടും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അവസാനത്തെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ദൈവവചനം നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട്. മൊർദെഖായി ദേശത്ത് മാനിക്കപ്പെട്ടു. അവൻ രാജാവിൻ്റെ വാഹന മൃഗത്തിൽ കയറി പട്ടണങ്ങളിൽ കൂടെ രാജാവ് മാനിക്കുന്ന പുരുഷൻ ഇങ്ങനെ എന്ന് വിളിച്ചു പറഞ്ഞു. ഹാമാനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു. അവസാനം ഹാമാന് സംഭവിച്ചതോ, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകുമരത്തിൽ ഹാമാനെ കെട്ടിത്തൂക്കേണ്ടതായിട്ട് വന്നു. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും, അഥവാ നശിച്ചു പോകും. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാനായിട്ടിടയായിത്തീരും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദാനിയേലിന് വിരോധമായി കാരണമന്വേഷിച്ചു ദാവീദിനെ നശിപ്പിക്കുവാൻ തൻ്റെ കൂടെയുള്ള മറ്റുള്ള മന്ത്രിമാർ ഒരു കാരണവും കണ്ടെത്തിയില്ല. അവസാനം രാജാവിൻ്റെ അരിക്കൽ ചെന്ന് മന്ത്രിമാർ പറയുകയാണ്, വരുന്ന 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന എരുതേ എന്ന് ഒരു ഉത്തരവ് നീ പ്രഖ്യാപിക്കണം. രാജാവ് അപ്രകാരം ചെയ്തു. എന്നാൽ രേഖ തനിക്ക് വിരോധമായി എന്നറിഞ്ഞിട്ടും ദാനിയേൽ പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥിച്ച ദാനിയേലിനെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അവിടെയും ദാവീദിന്റെ മുഖത്തെ ദൈവം മാനിക്കുവാനിടയായി തീർന്നു. അവിടെ ലജ്ജിപ്പിച്ചില്ല. ലജ്ജിപ്പിക്കുവാൻ ഒരുങ്ങിയവരുടെ മധ്യേ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദാവീദിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞവരെ അതേ കൂട്ടിലേക്ക് എടുത്തെറിയുവാനിടയായി തീർന്നു. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, പ്രിയമുള്ള മാതാവേ, പ്രിയമുള്ള പിതാവേ, പ്രിയമുള്ള സഹോദര, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ലജ്ജിച്ച് തല താഴ്ത്തി നടക്കേണ്ടുന്ന സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ ദൈവം ശിരസിനെ ഉയർത്താതെ ഈ ലോകത്തിൽ നിന്നും വിളിക്കത്തില്ല. കാരണം നാം സേവിക്കുന്ന ദൈവം സർവശക്തനാകുന്ന ദൈവമാണ്. ക്രൂശ് ലജ്ജയായിരുന്നു, എന്നാൽ ഉയർപ്പ് മഹത്വമായി തീർന്നു. ക്രൂശ് ശാപമായിരുന്നു, എന്നാൽ ക്രൂശിതൻ ആ ശാപത്തെ നീക്കി. ലജ്ജയായി തല താഴ്ത്തേണ്ടുന്ന സാഹചര്യത്തിൽ ലജ്ജിപ്പിക്കേണ്ടുന്ന ക്രൂശിനെ മഹത്വത്തിൻ്റെ ക്രൂശാക്കി തീർത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ആ സർവശക്തൻ്റെ കരം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർത്തുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്നുള്ള ആ വചനപ്രകാരം അതെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധിയുള്ളവരായി തീരട്ടെ. ആമേൻ. ദൈവം നല്ല
രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായി എന്നെ ചേർത്തതായി കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. വന്ദനം നാഥനേ